ഇന്നേ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. നമ്മളുടെ ചാനലിൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഷോർട്സ് ഒക്കെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്, ഷോർട്സ് റീൽസ് എല്ലാ കാര്യങ്ങളും. നമ്മൾ ലോങ് വീഡിയോ ഇന്നേ വരെ ചെയ്തിട്ടില്ല, അതിനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. വേറൊന്നുമല്ല, എനിക്ക് മര്യാദക്ക് സംസാരിക്കാൻ അറിയില്ല. എന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ല. ഇതിന് മുന്നേ ഞാൻ കുറേ വീഡിയോസ്, കുറേ ഒന്നും പറയാൻ പറ്റില്ല, ഒരു രണ്ട് മൂന്ന് വീഡിയോസ് വോയിസ് ഓവറിൽ കൊടുത്തിട്ടുണ്ട്. എന്തോ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും ഞാൻ ചെയ്യും. പിന്നെ നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു, പിന്നെ ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാലും നമ്മളെ കളിയാക്കാനും നമ്മളെ കുറ്റപ്പെടുത്താനൊക്കെ കുറേ പേരുണ്ടാവും. അതൊന്നും നമ്മൾ മൈൻഡ് ആക്കരുത്. മൈൻഡ് ആക്കിയാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഇങ്ങനത്തെ ഉള്ള ആൾക്കാരെയൊക്കെ ഒഴിവാക്കി വിടുക, ലൈഫിൽ നിന്നേ ഒഴിവാക്കി വിടുക. ആകെ ഒരു ഇത്തിരി ലൈഫല്ലേ ഉള്ളൂ, അത് നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുക. അതൊക്കെ പോട്ടെ, ഞാൻ ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. അതായത് ഞാൻ രാവിലെ എണീറ്റു, പള്ളിയിൽ പോയി, അത് കഴിഞ്ഞ് തിരിച്ച് വന്നു, ഭക്ഷണമൊക്കെ കഴിച്ചു. കഞ്ഞി എൻ്റെ കുട്ടിക്ക് കൊടുക്കാനാട്ടോ, അത് കുറച്ച് ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഉച്ചയ്ക്ക് ചോറും വെച്ചു. ചോറൊക്കെ കഴിച്ചു. ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം കുറച്ച് സ്ഥലത്ത് പോകണമായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ആകെ ഒരു ടോട്ടലി ഒരു ബാഡ് ഡേ ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്നും ചെന്നിട്ട ഒരു കാര്യമൊന്നും നമുക്ക് കിട്ടിയില്ല. നമ്മൾ അന്വേഷിച്ച് പോയ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ലെന്ന്. അപ്പോൾ റെഡിയായി. പക്ഷെ ഒരു കാര്യം കിട്ടി, ഞാൻ ഫോൺ കേസ് വാങ്ങിയായിരുന്നു. അപ്പോൾ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയ, അത്യാവശ്യം നല്ല അടിപൊളി കേസായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ റെഡിയായി, മൂന്നാൾ റെഡിയായി, ഞങ്ങൾ പോവാൻ നിൽക്കുക, വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ മിക്കി, ഇതാണ് എൻ്റെ കുട്ടി മിക്കി, മേഘ്ന എന്നാണ് പേര്, മിക്കി എന്ന് വിളിക്കും. അപ്പോൾ മിക്കി അവിടെ ഡ്രസ്സൊക്കെ മടക്കാനായിട്ട് സഹായിക്കുകയാണ്, വിരിച്ചിട്ട ഡ്രസ്സൊക്കെ മടക്കാൻ സഹായിക്കുമായിരുന്നു. പിന്നെ ഇത് അവളുടെ റിസ്ക്കാണ്, അത് ഞാനാ തിന്നുക. അപ്പോൾ അവൾക്ക് ഇത് ഇഷ്ടമില്ല, അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് പണ്ട് ഇതൊക്കെ കിട്ടുമായിരുന്നു. എൻ്റെ വീട്ടിലെ അനിയത്തിമാരും അനിയനൊക്കെ ഉണ്ടായപ്പോൾ ഇവർക്കൊക്കെ ഇതൊക്കെ വാങ്ങുമായിരുന്നു. അപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ട് ഇതൊക്കെ. നമുക്ക് സാംസങ്ങിൻ്റെ ഒരു ഔട്ട്ലെറ്റിൽ പോകണമായിരുന്നു, നമുക്ക് സ്ക്രീൻ കാർഡും ബാക്ക് കവറൊക്കെ വാങ്ങണമായിരുന്നു. പക്ഷെ അവിടെ നിന്ന് അതൊന്നും കിട്ടിയില്ല. എവിടെയും ചെന്നു, അവിടെ ഒന്നും നമുക്ക് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു. പിന്നെ ഇവളുടെ ചെരുപ്പ് ഇവൾ കൊണ്ട് കളഞ്ഞു. ഇവളുടെ ചെരുപ്പ് ഇവൾ കൊണ്ട് എവിടെയാണോ കളഞ്ഞതെന്ന് അറിയില്ല, എവിടെയോ കൊണ്ട് കളഞ്ഞു. അങ്ങനെ നമ്മൾ പിന്നെ തൃപ്പൂണിത്തുറ അറിയാമല്ലോ, തൃപ്പൂണിത്തുറ എവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ രണ്ട് ഷോപ്പിൽ ഫോണിൻ്റെ കവറിൻ്റെ കാര്യം ചോദിച്ചു, അവിടെ ഒന്നുമില്ല. നമ്മളൊരു ഷർട്ട് എടുക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു, അവിടെ ഷർട്ടും കിട്ടിയില്ല. അപ്പം എന്തോ ഒന്നും ശരിയായില്ല കയറിയിട്ട്. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് പോന്നു. പിന്നെ ഇവള് ബാക്ക് സീറ്റിലിരിക്കുമ്പോൾ ഭയങ്കര പാടാണ്, ഭയങ്കര എണീറ്റ് നിൽക്കുക, ഓടുക ഒക്കെയാണ്. അപ്പോൾ കുറച്ച് നേരം ഫ്രണ്ടിലിരുത്തി, അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ശരിയായി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഒന്നും കഴിച്ച് ഈവനിങ് രാത്രിത്തേക്ക് എന്തെങ്കിലും കഴിക്കാൻ കയറി. ഞാൻ ഷവർമ്മ മേടിച്ചു, ഹസ്ബൻഡ് പൊറോട്ട പിന്നെ ബീഫ് കറിയും വാങ്ങിയായിരുന്നു, ഒരു കോഫിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. അങ്ങനെ എങ്ങനെയൊക്കെയോ വീട്ടിലെത്തി. ഭയങ്കര ശോകം ദിവസം. അപ്പോൾ ബൈ.